നമ്മൾ സഞ്ചാരത്തിൻ്റെ ഭാഗമായി സാധാരണ സഞ്ചാരികളെത്താത്ത നിരവധി ഭൂഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അത് ദശകങ്ങൾക്ക് മുമ്പുള്ള യാത്രകളുടെ കഥയാണ് ഞാനീ പറയുന്നത്. അന്റാർട്ടിക്കയിലേക്ക് നമ്മളൊരു സംഘത്തോടൊപ്പം വാടകയ്ക്കെടുത്തൊരു വിമാനത്തിൽ പറന്ന കഥകൾ നമ്മൾ നേരത്തെ സഞ്ചാരിയുടെ കുറിപ്പിലും സഞ്ചാരത്തിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ സൈബീരിയൻ പ്രദേശത്തുകൂടെ ദീർഘമായ ട്രെയിൻ യാത്രകൾ നടത്തിയ കഥകൾ, സീറോ ഗ്രാവിറ്റി പോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ കഥകൾ, ഇതെല്ലാം നമ്മൾ സഞ്ചാരത്തിലും സഞ്ചാരിയുടെ ഗ്രൂപ്പിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അന്റാർട്ടിക്ക ഭൂമിയുടെ തെക്കേ ഭാഗത്താണെങ്കിൽ, ദക്ഷിണ ഭാഗത്താണെങ്കിൽ, ഉത്തരഭാഗത്തെ ഉത്തരധ്രുവ പ്രദേശത്തേക്കും ഞാൻ യാത്ര പോയിട്ടുണ്ട്. ഉത്തരധ്രുവ പ്രദേശത്തെ അലാസ്ക എന്ന ഭൂഭാഗത്തേക്ക് 2017 ആ യാത്ര. അലാസ്ക നമുക്കറിയാം USA ഒരു ഭാഗമാണിപ്പോൾ. പണ്ട് അത് റഷ്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ആ പ്രദേശത്തേക്ക് ഞാനൊരു ദീർഘയാത്ര നടത്തി. അത് 2017 ആ യാത്ര. ഒരു ഉച്ച കഴിഞ്ഞ സമയം ഞാൻ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് പറന്നു. രാത്രി ബോംബെയിലെത്തി. അടുത്ത ദിവസം പുലർച്ചെ ഏതാണ്ട് 2:30 ബോംബെയിൽ നിന്ന് ഒരു എയർ ഫ്രാൻസ് വിമാനത്തിൽ പാരീസിലേക്ക് പറന്നു. പാരീസിൽ 7 മണി 7:30 എത്തി. തുടർന്ന് 10 മണിക്ക് പാരീസിൽ നിന്ന് ഒരു ഡെൽറ്റ എയർലൈൻസ് വിമാനത്തിൽ USA സിയാറ്റിൽ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പറന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തെ മുഴുവൻ ക്രോസ് ചെയ്ത് പിന്നെ നോർത്ത് അമേരിക്കയുടെ കിഴക്കേ തീരം പിന്നിട്ട് പടിഞ്ഞാറേ തീരത്തിൻ്റെ ഒരു അതിർത്തിയിലെത്തണം. അതായത് USA മെയിൻലാൻഡിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിലുള്ളൊരു പട്ടണമാണ് സിയാറ്റിൽ. കാനഡയോട് ചേർന്ന് കിടക്കുന്നൊരു പട്ടണം. സിയാറ്റിലെ എയർപോർട്ടിൽ ചെന്നിറങ്ങി. നമ്മൾ അമേരിക്കയിൽ ആദ്യം ചെന്നിറങ്ങുന്ന എയർപോർട്ടിലാണ് ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ നടക്കുക. നമ്മൾ ഒരു US ചെന്നിറങ്ങുമ്പോൾ വേണ്ട എല്ലാ കർശന പരിശോധനകളും എല്ലാം ഈ സിയാറ്റിൽ എയർപോർട്ടിലാണ് നടന്നത്. പക്ഷേ ഈ സിയാറ്റിൽ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന് ഭയങ്കര രസികനായിരുന്നു. എന്നോട് ചോദിച്ചു, എന്തിനാ ഇവിടെ വന്നേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അലാസ്കയിലേക്ക് പോവാണ്. ഓ, അയാൾ പാസ്പോർട്ട് അങ്ങ് കമത്തി വെച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു ട്രാവലോഗ് ചെയ്യുന്ന ആളാണ്, ഞാനിങ്ങനെ ലോകയാത്ര നടത്തുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ആഗ്രഹം അലാസ്കയ്ക്ക് ഒരു ദിവസം പോകണമെന്നുള്ളതാണ്. അലാസ്ക അതിഗംഭീരമായ സ്ഥലമാണ്, അവിടെ പോയി ഹണ്ടിങ് നടത്തണം, ഫിഷിങ് നടത്തണം, ക്യാമ്പ് ചെയ്യണം. ഇങ്ങനെ കുറേ നേരം അലാസ്കയുടെ എക്സൈറ്റ്മെൻറ്റ് ഞാനുമായിട്ട് പങ്കുവെച്ചു. പുള്ളിക്ക് വരാൻ പറ്റാത്തതിൻ്റെ ദുഃഖമൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, അടുത്ത വെക്കേഷൻ ഞാൻ വരും, അലാസ്കയിൽ ഗംഭീരമായ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് സീലൊക്കെ അടിച്ച് കയ്യിലേക്ക് തന്നു, വിട്ടു. അവിടെ ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് നമ്മളെത്തി വീണ്ടും അവിടെ നിന്ന് ആങ്കറേജിലേക്ക് പറക്കുന്നത്. ഉത്തരധ്രുവ പ്രദേശത്തുള്ള ഒരു സ്റ്റേറ്റാണ്, അമേരിക്കയുടെ USA ഒരു സ്റ്റേറ്റാണ് അലാസ്ക. 3-3.5 മണിക്കൂർ നീണ്ട പറക്കലിനൊടുവിൽ അലാസ്കയിലേക്ക് എത്തുന്നു. അലാസ്കയുടെ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് കൊടുമുടികളാണ്, മഞ്ഞ് മൂടിയ കൊടുമുടികൾ, പർവ്വതങ്ങളൊക്കെയാണ്. ശരിക്കും ഞാൻ പോകുന്നത് ജൂലൈ മാസത്തിലാണ്, 2017 ജൂലൈ മാസത്തിൽ. ജൂലൈ മാസം നമുക്കറിയാം സാധാരണ അമേരിക്കയിൽ അല്ലെങ്കിൽ ഏത് നാട്ടിലും സമ്മറിൻ്റെ തീക്ഷ്ണമായ കാലമാണ്. ഈ സമ്മർ കാലം ആയതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നൊരു സീസണാണ്. മാത്രമല്ല സമ്മറിൽ മഞ്ഞ് അധികം ഉണ്ടാവില്ല. എന്നാൽ വർഷത്തിൻ്റെ 8 മാസവും മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഒരു വിജനമായ പ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ അലാസ്ക. ലക്ഷക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വളരെ കുറച്ച് മനുഷ്യർ മാത്രം വസിക്കുന്ന ഒരു പ്രദേശം അലാസ്ക. ഈ അലാസ്കയിലെ ആങ്കറേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണം. ആ പട്ടണത്തിലേക്ക് താഴ്ന്നു തുടങ്ങുമ്പോൾ നമുക്ക് ജാലകത്തിലൂടെ കാണാം മഞ്ഞില്ലാത്ത ഭൂപ്രദേശങ്ങൾ, പുൽമേടുകൾ, വനങ്ങൾ, പിന്നെ ചെറിയ ഒരു പട്ടണം. അതാണ് ആങ്കറേജ് പട്ടണം. ആങ്കറേജ് പട്ടണത്തിൻ്റെ വിമാനത്താവളത്തിൽ പോയി വിമാനം ലാൻഡ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഒരു ദിവസത്തിലേറെ ഞാൻ വിമാനയാത്ര നടത്തി കഴിഞ്ഞിരുന്നു, പറന്നു കഴിഞ്ഞിരുന്നു. അവിടെ ഞാൻ വായിച്ചിട്ടാണ് പോയത്, 1 മണിക്കൂർ കൂടുമ്പം സിറ്റിയിൽ നിന്നൊരു ബസ് വരും. ഈ ബസ് വന്ന് എയർപോർട്ടിൽ നിന്ന് ആളുകളെ കയറ്റിക്കൊണ്ട് പോകും. അത് ഫ്രീ സർവീസാണ്, വേണേൽ അതിനുവേണ്ടി കാത്തിരിക്കാം. പക്ഷേ ഇപ്പോൾ സമയം ഒരു 5 മണി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും നേരത്തെ ടൗണിലെത്തുക, ആങ്കറേജ് പട്ടണത്തിലെത്തുക, ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം, എന്നിട്ട് ആങ്കറേജ് ടൗണിൻ്റെ കാഴ്ചകളിലേക്ക് ഇന്ന് ഇറങ്ങണം. അപ്പോൾ ഞാനൊരു ടാക്സി വിളിച്ചു. ഒരു യെല്ലോ ക്യാബുകൾ എന്നാണ് അറിയപ്പെടുന്നത്, അമേരിക്കയിലെ ടാക്സികൾ അറിയാമല്ലോ, യെല്ലോ ക്യാബ്സ്. അതിൽ എല്ലാ ടാക്സി വിളിച്ചു, അതിൽ കയറി ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ഡ്രൈവറെ ഞാൻ പരിചയപ്പെട്ടു. അയാളൊരു ആഫ്രിക്കൻ വംശജനാണ്, കാണുമ്പോഴേ അറിയാം. അദ്ദേഹം സൊമാലിയക്കാരനാണ്. അയാളുടെ പേര് ഹാഷിം എന്നാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം ഇവിടെ വന്നിട്ട് 7-8 വർഷമായി. ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും. പക്ഷേ ഇംഗ്ലീഷിനൊക്കെ ഒരു ആഫ്രിക്കൻ ഛായയുണ്ട് സംസാരിക്കുമ്പോൾ, ഒരു ആഫ്രിക്കൻ സ്ലാങ് ഉണ്ട് അതിന്. ഞങ്ങൾ ഈ ആങ്കറേജ് പട്ടണത്തിൻ്റെ 4th അവന്യൂവിലേക്ക് കയറി. ഈ 4th അവന്യൂ ആണ് ഞാൻ വായിച്ചിട്ടുണ്ട് ആങ്കറേജിൻ്റെ പ്രധാന സ്ട്രീറ്റ്.
ആളുകൾ വന്നു കൂടുകയും ഷോപ്പിംഗ് നടത്തുകയും ഒത്തുചേരുകയും ടൂറിസ്റ്റുകൾ വന്ന് വൈകുന്നേരം അവിടെ യാത്രയെല്ലാം കഴിഞ്ഞ് ഒത്തുചേരുകയും ചെയ്യുന്നതല്ല ഈ സ്ട്രീറ്റിൻ്റെ ഓരങ്ങളിലാണ്. അവിടെ നിരവധി സുവനീർ കടകളുണ്ട്. സുവനീർ കടകൾ എന്ന് പറഞ്ഞാൽ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാവുന്ന അലാസ്കയുടെ മാത്രമായ ചില കരകൗശല വസ്തുക്കൾ, സമ്മാനങ്ങളായിട്ട് വാങ്ങാവുന്ന സാധനങ്ങൾ, തൊപ്പികൾ, രോമത്തൊപ്പികൾ, ഈ ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന എസ്കിമോകൾ, ഈ നാട്ടിലാണ് എസ്കിമോകൾ എന്ന് പറയുന്ന ഗോത്രവംശങ്ങൾ ജീവിച്ചിരുന്ന ഈ പ്രദേശത്തൊക്കെയാണ്, ഈ അലാസ്കൻ പ്രദേശങ്ങൾ. ഈ എസ്കിമോകളുടെ വസ്ത്രങ്ങൾ, തൊപ്പികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, അവരുപയോഗിച്ചിരുന്ന കത്തികൾ, ഇതൊക്കെ വിൽക്കുന്ന കുറേ കടകളുണ്ട്. ബാറുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, നൈറ്റ് ക്ലബ്ബുകളുണ്ട്, പിന്നെ കുറച്ച് അവരുടെ പൊതുസ്ഥാപനങ്ങളുണ്ട്. മനോഹരമായ സ്ട്രീറ്റാണ്, സുന്ദരമായിട്ട് പൂക്കൾ ഒക്കെ കൊണ്ട് അലങ്കരിച്ച, പൂച്ചെടികൾ കൊണ്ടൊക്കെ അലങ്കരിച്ച വിളക്കുകാലുകളൊക്കെയുള്ള മനോഹരമായ സ്ട്രീറ്റിലൂടെ ഓടി. പക്ഷേ നമ്മുടെ ഹോട്ടലിരിക്കുന്നത് 5th അവന്യൂവിലാണ്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് സ്ട്രീറ്റ് കഴിഞ്ഞ് 5th അവന്യൂവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ കൊണ്ട് ഇറക്കി വിട്ടു. ആ ഹോട്ടലിൻ്റെ പേര് ഗസ്റ്റ് ഹൗസ് ഇൻ എന്നാണ്. ഈ ഡൗൺ ടൗൺ പ്രദേശത്ത് നിന്ന് ഒരു കഷ്ടിച്ചൊരു 3/4 കിലോമീറ്റർ കൂടെ പോകുമ്പോഴാണ്. അവിടെ കൊണ്ട് ഇറക്കി വിട്ട് അയാൾക്ക് $22 കൊടുത്തു. അയാൾ ഹാപ്പിയായിട്ട് തിരിച്ചു പോയി. ഹാഷിം. ഞാൻ ഹോട്ടലിലേക്ക് കയറി ചെന്നു. ഹോട്ടലിൽ ഒരാളേ ഉള്ളൂ ജോലിക്കാരൻ. 3 നിലയുള്ളൊരു ഹോട്ടലാണ്. അവിടുത്തെ ഒരു ബജറ്റ് ഹോട്ടലാണ്. അമേരിക്കയിൽ ഇത്തരത്തിൽ ബജറ്റ് ഹോട്ടലുകൾ ധാരാളമുണ്ട്. ബജറ്റ് ഹോട്ടലുകൾ അല്ലെങ്കിൽ മോട്ടലുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഇത്തരം ഹോട്ടലുകളാണ്. അതായത് ബജറ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇത് സ്ഥലം അലാസ്കയാണ്. എത്ര ബജറ്റ് എന്ന് പറഞ്ഞാലും ഹോട്ടൽ നിരക്കൊക്കെ ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് സമ്മറിലേ ഇവർക്ക് ബിസിനസ് ഉള്ളൂ. ഈ സമ്മർ കാലം എന്ന് പറഞ്ഞാൽ ഒരു കൂടിപ്പോയൊരു 3 അല്ലെങ്കിൽ 4 മാസമേ ഉള്ളൂ. ഈ 3 മാസം കൊണ്ട് ഒരു വർഷത്തേക്കുള്ള വരുമാനം ഉണ്ടാക്കണം ഇവർക്ക്. ആ സമയത്താണ് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ആ സമയത്ത് വേണം ഇവർക്ക് അടുത്ത ഒരു വർഷം ഓടാനുള്ള വരുമാനം ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ഈ ആങ്കറേജിൻ്റെ ഡൗൺ ടൗൺ ഏരിയയിലെ പ്രധാന ഹോട്ടലുകൾ, വലിയ ഹോട്ടലുകൾക്കെല്ലാം 25,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു രാത്രിക്ക് വാടക. അങ്ങനെ തപ്പി ഇൻ്റർനെറ്റിലൂടെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഈ ഗസ്റ്റ് ഹൗസ് ഇൻ എന്ന് പറയുന്ന ഹോട്ടൽ. അവിടെ ഒരു രാത്രിക്ക് 9,000 രൂപയേ ഉള്ളൂ. അതാണ് അവിടുത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കുള്ളതും എന്നാൽ അത്യാവശ്യ സൗകര്യമുള്ള, വൃത്തിയുള്ള ഒരു നമ്മുടെ നാട്ടിലെ ഒരു 4 സ്റ്റാർ ഹോട്ടലിൻ്റെ നിലവാരമൊക്കെ ഉണ്ട്. ഞാൻ ചെക്കിൻ നടപടിയെല്ലാം കഴിഞ്ഞു. 2ാം നിലയിലാണ് എൻ്റെ മുറി. ഞാൻ മുറി ചെന്നു. നല്ല മുറിയാണ്, വൃത്തിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി. ആ സമയപ്പോഴത്തേക്ക് മണി 7 കഴിഞ്ഞു. 7 മണിയാകുമ്പോഴും നല്ല വെയിലാണ്. ഈ അലാസ്കയിലെ ഈ സമ്മറിലെ ഒരു പ്രത്യേകത എന്താ അറിയോ? പാതിരാത്രി 12 മണി വരെ വെയിലാണ്. ചില ദിവസങ്ങളിൽ 11 മണി വരെ, ചില ദിവസം 12 മണി വരെ, ചില ദിവസം 1 മണി വരെ. സമ്മറിൻ്റെ ചില ദിവസങ്ങളിൽ കഷ്ടിച്ച് 1 മണിക്കൂറൊക്കെ ഇരുട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വെളുപ്പിന് 3 മണി, 2:30-3 മണി ആകുമ്പോഴത്തേക്ക് നേരം വെളുക്കും. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെയിലാവും. പുലർച്ചെ 4 മണിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഈ സമ്മറിൽ വരുമ്പോൾ ഒരു ഗുണമുണ്ട്, നമുക്ക് പണിയെടുക്കാൻ മടിയില്ലെങ്കിൽ എത്ര വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാം. പക്ഷേ ഈ ക്ലോക്കിലെ സമയം അനുസരിച്ച് കടകളൊക്കെ അടയും. രാത്രി 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കടയൊക്കെ അടച്ചിട്ട് പോകും. പക്ഷേ അത് നല്ല വെയിലായിരിക്കും ആ സമയത്ത്. അപ്പം നമ്മളൊരു 7 മണിക്ക് സ്ട്രീറ്റിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആ കടകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ നട്ടുച്ചയ്ക്ക് കടയടച്ചെല്ലാവരും പോകുന്നത്. നട്ടുച്ചയല്ല, വാച്ചാൽ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ മണി 7-8 ആയിട്ടുണ്ടാവും. ഞാൻ അവിടുന്ന് ഇറങ്ങി ഈ ഡൗൺ ടൗൺ ഏരിയയിലേക്ക് വരണം. അങ്ങനെ 4th അവന്യൂവിലേക്ക് നടന്നെത്തി. അവിടെ പല സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രസകരമായ കാര്യം എന്താ പറയുക, ഇവിടുത്തെ കെട്ടിടങ്ങളും വീടുകളും മിക്കവാറും എല്ലാം മരം കൊണ്ട് പണിതാണ്. നമ്മൾ ഏതോ ഒരു സ്വപ്ന നഗരത്തിലെത്തിയതുപോലെയാണ്, ഒരു നോവലിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു നാട്ടിലെത്തിയതുപോലെയാണ്. വീടുകൾക്കെല്ലാം മുമ്പിൽ മരം കൊണ്ടുള്ള വേലികൾ, മതിലുകൾ, മരം കൊണ്ടുള്ള കെട്ടിടങ്ങൾ, അലാസ്കൻ ശൈലിയിൽ അല്ലെങ്കിൽ ഹിമ ഉള്ള സ്ഥലങ്ങളിൽ, സൈബീരിയൻ പ്രദേശങ്ങളിലെ വലിയ മരം അടുക്കി പണിത തരത്തിലുള്ള കെട്ടിടങ്ങൾ. അത് 1 നില 2 നില മാത്രമുള്ളത്. മുകളിൽ മരം കൊണ്ട് തന്നെയുള്ള മേൽക്കൂര. അങ്ങനെ നിരനെ ഒപ്പിച്ച് പണിതിരിക്കുന്ന നിരവധി കെട്ടിടങ്ങൾ. അതിൻ്റെ മുന്നിൽ ഈ ഇറമ്പിലൊക്കെ പൂച്ചട്ടികൾ, നല്ല ചുവന്ന് തുടുത്ത അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞിങ്ങനെ കവിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന ചെടിച്ചട്ടികൾ. ലൈറ്റ് പോസ്റ്റുകളുണ്ട്, ലാമ്പ് പോസ്റ്റുകൾ വഴിയൊരത്തൊക്കെ ഉണ്ട്. മനോഹരമായ ലാമ്പ് പോസ്റ്റുകളാണ്. അതേ തന്നെ ചെടിച്ചട്ടികളും പൂച്ചട്ടികളും നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാം. അതുപോലെ വഴിയരികളിലെല്ലാം ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് ആളുകൾക്ക് വന്നിരിക്കാവുന്നത്. അതിമനോഹരമായൊരു ഒരു സിനിമയ്ക്ക് സെറ്റിട്ട പോലത്തെ ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ വൈകിട്ട് അതിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. അവിടെ വഴിയരികിൽ ധാരാളം പെട്ടിക്കടകളുണ്ട്. വൃത്തികെട്ട ഒരു പെട്ടിക്കട മനസ്സിൽ കാണരുത്, വളരെ രസകരമായ പോയറ്റിക്കായ പെട്ടിക്കടകൾ. അവിടെ ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞ വിഭവം, ബർഗർ, ഇങ്ങനെയൊക്കെയുള്ള സാധനം തത്സമയം ഉണ്ടാക്കിത്തരും. നമ്മുടെ തട്ടുദോശ ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞാൽ ഹോട്ട് ഡോഗ് നമുക്കറിയാമല്ലോ. ഒരു നീണ്ട ബണ്ണിനകത്തേക്ക് പിളർന്ന് അതിനെ ഒന്ന് ചൂടാക്കുക ആ ബണ്ണിനെ. എന്നിട്ട് അതിനകത്തേക്ക് ഒരു സോസേജ് ഗ്രില്ല് ചെയ്തിട്ട് ചൂടാക്കി അതിനകത്തോട്ട് വെക്കും. എന്നിട്ട് കുറച്ച് സവോള അരിഞ്ഞ് വാട്ടി അല്പം ഒന്ന് വാട്ടിയെടുത്ത് അതിനകത്തേക്ക് ഇടും. പിന്നെ കുറച്ച് ഇല തക്കാളിയോ അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളിടും. പിന്നെ വേണമെങ്കിൽ കാബേജിൻ്റെ ഒരു ലീഫൊക്കെ അതിനകത്ത് വെക്കും. പിന്നെ കുറച്ച് കെച്ചപ്പുകളൊക്കെ അതിനകത്ത് ഒഴിച്ച് ഇങ്ങോട്ട് തരും. അതിന് $6 വില.
സാധാരണ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഡിന്നറോ ലഞ്ചോ കഴിക്കണമെങ്കിൽ ഒരു $20 വരുന്നിടത്ത് ഈ ഒരു ഹോട്ട് ഡോഗിന് വെറും $6 ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം യാത്രകളിൽ പലപ്പോഴും ഞാൻ കഴിക്കുന്നത് വഴിയരികിൽ നിന്ന് ഇത്തരം ഹോട്ട് ഡോഗുകൾ വാങ്ങി കഴിക്കും. രണ്ട് കാര്യമാണ്, റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴത്തേക്ക് 1/4 മണിക്കൂർ പോകും. ഓർഡർ ചെയ്ത സാധനം വന്ന് കഴിച്ച് ടിപ്പൊക്കെ കൊടുത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് എത്ര സമയമാവും? $20 പോകും. $1 കൊടുത്താൽ ഒരു കുപ്പി വെള്ളവും കിട്ടും, അല്ലെങ്കിൽ ഒരു കുപ്പി കൊക്കക്കോളയും കിട്ടും. അപ്പോൾ ഒരു $7 ഉണ്ടെങ്കിൽ സുഭിക്ഷമായ ഭക്ഷണമാണ്. ഈ അലാസ്ക ഭൂപ്രദേശം ഉണ്ടല്ലോ, അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റുകളിലൊന്നാണിത്. നമ്മുടെ ദക്ഷിണേന്ത്യയേക്കാൾ വലിപ്പമുള്ള ഒരു പ്രദേശമാണ് ഈ അലാസ്ക. ഈ അലാസ്ക ഉത്തരധ്രുവത്തോട് ചേർന്നാണ് കിടക്കുന്നത്. ഈ അലാസ്കയുടെ ഒരറ്റം റഷ്യയുടെ സൈബീരിയയുടെ ഒരറ്റവുമായിട്ട് റഷ്യയുടെ കിഴക്കൻ ഏരിയയും അമേരിക്കയുടെ അല്ലെങ്കിൽ അലാസ്കയുടെ പടിഞ്ഞാറൻ ഏരിയയിൽ നിന്ന് വളരെ ചെറിയ അകലേ ഉള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ ദൂരം താണ്ടി റഷ്യക്കാർ ഈ അലാസ്കയിലേക്ക് വന്നിരുന്നു. ഈ അലാസ്കൻ പ്രദേശത്ത് ഞാൻ പറഞ്ഞല്ലോ ഗോത്രവർഗ്ഗങ്ങളാണ് ജീവിച്ചിരുന്നത്. എസ്കിമോകൾ പോലത്തെ ഗോത്രവർഗ്ഗക്കാർ, അമേരിന്ത്യൻ ഗോത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ റഷ്യക്കാർ ഇവിടേക്ക് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടയാടാൻ വേണ്ടിയിട്ടും രോമത്തിന് വേണ്ടിയിട്ടുമാണ്. ഇവിടുത്തെ നീർനായ പോലുള്ള ചില ജീവികളുടെ രോമം ഈ അമേരിന്ത്യൻ ഗോത്രക്കാർ ഇതിനെ വേട്ടയാടി പിടിച്ച് അതിൻ്റെ തൊലി ഉരിഞ്ഞ് ഈ രോമങ്ങൾ അട്ടിയിട്ട് വെക്കും. ഏറ്റവും സോഫ്റ്റായിട്ടുള്ള രോമമാണത്. ഈ രോമം കൊണ്ടുള്ള കുപ്പായങ്ങൾ റഷ്യക്കാർക്ക് സൈബീരിയക്കാർക്ക് ആവശ്യമാണ്. അപ്പോൾ സൈബീരിയൻ കച്ചവടക്കാർ കടൽ കടന്നു വന്ന് ഈ രോമം വാങ്ങിച്ചുകൊണ്ട് ഇവരുടെ അടുത്തുനിന്ന് ക്രമേണ ഈ സൈബീരിയക്കാർ ഇവിടെ വന്ന് താമസമാക്കി, ഇവിടെ ട്രേഡിങ് തുടങ്ങി. ക്രമേണ ഇവരെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. റഷ്യൻ ഓർത്തഡോക്സ് മതത്തിലേക്ക് ഇവരെ മാറ്റി. അങ്ങനെ ഈ അമേരിന്ത്യൻ ഗോത്രക്കാരും ഇവരുമായിട്ട് വലിയൊരു സങ്കലനം ഉണ്ടായി. അങ്ങനെ ഈ പ്രദേശമെല്ലാം ഒരു കാലം മുഴുവൻ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1860കളിലാണ് USA. അപ്പം ഇവിടേക്ക് ദീർഘയാത്ര ചെയ്തു വന്ന് ഈ പ്രദേശത്തെ സംരക്ഷിക്കുക എന്നത് റഷ്യയുടെ തലസ്ഥാനവും പ്രധാന പട്ടണമായ മോസ്കോയും ഒക്കെ നമുക്കറിയാം റഷ്യയുടെ പടിഞ്ഞാറേ അതിരിലാണ്. അതിൻ്റെ കിഴക്കേ അതിരിൽ നിന്ന് വീണ്ടും കുറേ യാത്ര ചെയ്തെങ്കിൽ ഈ അലാസ്കയിലെത്തുള്ളൂ. അപ്പോൾ ഇവിടെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് റഷ്യയ്ക്ക് വലിയൊരു ബാധ്യതയായപ്പോൾ കിട്ടിയ വിലയ്ക്ക് USA കൊടുത്തിട്ട് അവരാ കാശ് മേടിച്ചുകൊണ്ട് പോവുക ചെയ്തു റഷ്യക്കാർ. അവിടെ മനോഹരമായ മരം കൊണ്ട് തന്നെ പണിത, ഉരുളം മരങ്ങളുടെ തടി കൊണ്ട് പണിത, സൈബീരിയൻ ശൈലിയിൽ പണിത ഒരു, അല്ലെങ്കിൽ ഈ അലാസ്കൻ ഉത്തരധ്രുവത്തിൻ്റെ മഞ്ഞുമലകളിൽ പണിയുന്ന വീടുകൾ പോലെ പണിത ഒരു കെട്ടിടമുണ്ട്. അവിടുത്തെ ടൂറിസം ഇൻഫർമേഷൻ സെൻ്ററാണ്, അല്ലെങ്കിൽ വിസിറ്റർ ഇൻഫർമേഷൻ സെൻറ്റർ. ഈ കെട്ടിടം കൂടെ കണ്ടുവെക്കേണ്ടത് എനിക്കുണ്ട്. കാരണം നാളെ രാവിലെ എനിക്കിവിടെ വരണം, രാവിലെ 7 മണിക്ക്. അപ്പോൾ ഞാനത് കണ്ടുവച്ചിട്ട് ഞാൻ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു. 9:30-10 മണിയായപ്പോഴത്തേക്ക് ഈ ഹോട്ടലിൽ തിരിച്ചെത്തി, നേരത്തെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് റെഡിയായി 7 മണി കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞാൻ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഈ ടൗൺ ഏരിയയിലേക്ക് വീണ്ടും തിരിച്ച് നടന്നു വന്നു. അപ്പോൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഈ ആങ്കറേജ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ ഭൂമിശാസ്ത്രം മുഴുവൻ പിടുത്തം കിട്ടി. വലിയ പട്ടണമൊന്നുമല്ല, ചെറിയ പട്ടണമാണ്. അലാസ്ക എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ പട്ടണമാണെങ്കിൽ കൂടി അതൊരു വലിയ പട്ടണമേ അല്ല. നമ്മളുടെ ഒരു ഗ്രാമത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ ആസ്ഥാന ടൗൺ പോലെ ഉള്ളൂ. ഒരു മുനിസിപ്പാലിറ്റിയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു പട്ടണമാണത്. വിസിറ്റർ ഇൻഫർമേഷൻ സെൻറ്ററിന് മുമ്പിൽ ഞാൻ എത്തി. അപ്പോൾ അവിടെ ആരുമില്ല. ബിഗ് സ്വിഗ് എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനിക്കാർ ബസ് അവരുടെ മിനി വാനുമായിട്ട് ഇവിടെ വരും. അപ്പോൾ അതിൽ കയറ്റി എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഞാൻ. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് കുറച്ച് അകലെയാണ്. അങ്ങനെ കാത്തിരുന്നു. 7:30 ആയിട്ടും വണ്ടി വരുന്നില്ല. 7:35 അപ്പോഴത്തേക്കും ഒരു മിനി വാൻ വന്ന് ഞാൻ നിൽക്കുന്ന അതിനകത്ത് തൊട്ടടുത്ത് വന്ന് നിന്നു. ആ ഡ്രൈവർ ഇറങ്ങി വന്നു. അദ്ദേഹം ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഏറ്റു നിന്ന് ഈ വണ്ടി വന്നപ്പോഴേ ഞാനിവിടെ ഉണ്ടെന്നുള്ളൊരു സൂചന അയാൾക്ക് കൊടുക്കാൻ വേണ്ടി. കുറേ കഴിഞ്ഞു 7:45. സാധാരണ ഇത്തരം ടൂറുകൾ സമയം പറഞ്ഞാൽ കൃത്യസമയം പാലിക്കുന്നതാണ്. ഈ ഡ്രൈവർ മാത്രം ഈ വാൻ്റെ ചുറ്റിലും ഇങ്ങനെ വട്ടത്തിൽ നടക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 7 ആളുകൾ കുറച്ച് അകലെ നടന്നു വരുന്നു. തടിയന്മാർ, 2-3 സ്ത്രീകൾ, ഭയങ്കരമായിട്ട് വയറ് ചാടിയ കുറച്ച് ആളുകൾ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇവരെല്ലാം ആടിയാണ് വരുന്നത്. അതായത് ഇന്നലെ രാത്രി ഇന്ന് വെളുക്കുവോളം ഏതൊക്കെയോ നൈറ്റ് ക്ലബ്ബുകളിലും മദ്യശാലകൾ സ്പെൻഡ് ചെയ്തിട്ട് ഉറക്കച്ചടവോടെ അല്ലെങ്കിൽ അതിൻ്റെ ഹാങ് ഓവറോടെ നടന്നു വരുന്നതാണ് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഇവർ പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ച് ആടി ഒലഞ്ഞാണ് കയറി വരുന്നത്. അവർ വന്നപ്പോഴത്തേക്കും ഡ്രൈവർ ഉത്സാഹമായി. ഡ്രൈവർ വന്ന് ചോദിച്ചു, അവരോട് എന്തോ പറഞ്ഞു. അപ്പോൾ ഞാനും അടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്നോടും പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. എന്നെ നേരത്തെ കണ്ടതാണെന്നുള്ള ഭാവത്തിൽ തന്നെ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാനിനകത്തോട്ട് കയറി. 7-1-8 പേരായി. ഇവർ കയറിയതോടുകൂടി വാനങ്ങ ഇരുന്നു നന്നായിട്ട്. നല്ല ഹടിയന്മാരാണ്. ഞാൻ അതിനകത്ത് ഏറ്റവും ചെറിയ മനുഷ്യൻ. ശരിക്കും ഈ ആങ്കറേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന പട്ടണമാണെങ്കിലും ഇവിടെ ഒരു തുറമുഖ നഗരമുണ്ട്. അതായത് ആങ്കറേജ് അലാസ്കയുടെ ഒരു തീരപ്രദേശത്തെ ഒരു മധ്യഭാഗമായിട്ട് കൂട്ടിയാൽ ഈ റെയിൽവേ ലൈനിൻ്റെ ഒരു മധ്യഭാഗം കൂടിയാണ് ഈ ആങ്കറേജ്. തെക്കോട്ട് കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സീവാർഡ് എന്ന് പറയുന്ന തുറമുഖ നഗരത്തിലെത്തും.
പണ്ട് അലാസ്കയിലേക്ക് ആളുകളൊക്കെ വന്നിരുന്നത് കപ്പലിലായിരുന്നു. അതായത് ഇവിടെ ഖനികളും അലാസ്കയിലേക്ക് കുടിയേറ്റമൊക്കെ തുടങ്ങിയ കാലത്ത് ഈ തുറമുഖത്ത് വന്നിട്ടാണ് ഇങ്ങോട്ട് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തുറമുഖത്തേക്ക് കപ്പലുകൾ വന്നു കഴിയുമ്പം അവിടെ നിന്ന് ഈ ട്രെയിനിൽ കയറ്റിയാണ് ആങ്കറേജ് പോലുള്ള പട്ടണങ്ങളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെയും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഫെയർബാങ്ക്സ് എന്ന് പറയുന്നൊരു പട്ടണത്തിലെത്തും. അതായത് ഈ സീവാർഡ് മുതൽ ആങ്കറേജ് വഴി ഫെയർബാങ്ക്സ് വരെയാണ് ഈ റെയിൽ ലൈനുള്ളത്. അതായത് അലാസ്ക റെയിൽ റോഡ് കോർപ്പറേഷൻ്റെ റെയിൽവേ ട്രാക്കുള്ളത്. ഈ ട്രാക്കിലൂടെ സമ്മറിലാണ് ട്രെയിൻ ഓടുക. ഇപ്പോൾ ഈ ട്രെയിനിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ടൂറിസ്റ്റുകളാണ്. അതായത് ഈ സീവാർഡ് തുറമുഖത്തിൽ ധാരാളം ക്രൂസ് ഷിപ്പുകൾ ഇപ്പോൾ വരും. ഈ ക്രൂസ് ഷിപ്പുകളിൽ നിന്ന് ഇറങ്ങുന്ന ടൂറിസ്റ്റുകളെ ഈ ട്രെയിനിൽ കയറ്റി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കോച്ചുകളിൽ കയറ്റി ഈ ആങ്കറേജ് വഴി അങ്ങോട്ട് കൊണ്ടുപോകും. എന്നാൽ ആങ്കറേജിൽ വന്നിറങ്ങുന്ന ടൂറിസ്റ്റുകളുമുണ്ട്. അപ്പോൾ അവരും ഇവിടെ നിന്ന് കയറും. അപ്പോൾ ഈ അലാസ്ക റെയിൽ റോഡ് കോർപ്പറേഷൻ്റെ റെയിൽ പാളവും ഒരു എഞ്ചിനും മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ പല ടൂർ കമ്പനികളുടെ കോച്ചുകൾ ഈ എഞ്ചിൻ്റെ പുറകെ കൊണ്ടേ ഘടിപ്പിക്കുകയാണ്. നമ്മൾ പോകുന്നത് വിൽഡർനെസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനിയുടെ അല്ലെങ്കിൽ രണ്ട് കോച്ചുകളിലാണ്. അത് ഡബിൾ ഡെക്കർ ആയിട്ടുള്ള കോച്ചുകളാണ്. 2 നിലയുള്ള കോച്ച്. മുകളിലത്തേത് ഒരു വിസ്താരമാണ്, അല്ലെങ്കിൽ ഒരു ഡോം പോലെ ഗ്ലാസ് ഡോമുള്ള, മുകളിലത്തെ നില തലയ്ക്ക് മുകളിൽ മുഴുവൻ ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്ക് 360 ഡിഗ്രിയിലും കാഴ്ചകൾ കാണാവുന്ന 2 കോച്ചുകൾ. ഈ 2 കോച്ചുകളും ഒരു കമ്പനിയുടെയാണ്. അവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഈ സീറ്റ് വിൽക്കും. അതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും എല്ലാം ആ കമ്പനിയാണ്. വിൽഡർനെസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ടൂർ കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ക്രൂസ് ഷിപ്പുകളിൽ വരുന്ന ആ ടൂറിസ്റ്റുകളെയൊക്കെ ക്യാൻവാസ് ചെയ്ത് ഈ ഇതിൽ കൊണ്ടുവന്ന് കയറ്റി അവർക്ക് ലഞ്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്ങകലെയുള്ള ഫെയർബാങ്ക്സ് വരെ പോകും. ഇന്ന് രാത്രി 8 മണിയാവും ഈ ട്രെയിന് ഫെയർബാങ്ക്സിലെത്താൻ. അപ്പോൾ ഇതിനിടയ്ക്ക് പല സ്ഥലങ്ങളിൽ നിർത്തും. ഡെനാലി എന്ന് പറയുന്ന വലിയൊരു കൊടുമുടിയുണ്ട് അലാസ്കയിൽ. അലാസ്കയിൽ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഡെനാലി പാർക്ക് എന്ന് പറഞ്ഞ വലിയൊരു ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡെനാലിയിലെ വലിയ കൊടുമുടി. നമ്മുടെ മലയാളിയായ ഷെയ്ഖ് ഹസനൊക്കെ ഈ അടുത്ത കാലത്ത് ഡെനാലി കൊടുമുടിയുടെ മുകളിൽ കയറി കഥകളൊക്കെ സഫാരിയിൽ പറഞ്ഞുണ്ടായി. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നുള്ള പർവ്വതാരോഹകർ കൊടുമുടി കയറാനും കൂടെ പോകുന്നത്, അല്ലെങ്കിൽ ഡെനാലി കൊടുമുടി കയറാൻ പോകുന്നതും ഒക്കെ ഈ ട്രെയിനിൽ പോകും. ചിലർ ബസ്സിലും അല്ലെങ്കിൽ വാനിലും കാറിലും ഒക്കെ പോകുന്നവരുമുണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് ഈ ട്രെയിനിൽ ഡെനാലി പാർക്കിനടുത്തുള്ള തൽക്കീത്തന എന്ന് പറയുന്നൊരു പട്ടണം വരെയാണ് പോവുക. നമുക്ക് ഈ യാത്രയിൽ 2-3 അനുഭവങ്ങളാണ്. ഞാനിതിൽ കയറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലാസ്കയുടെ ഉൾനാടുകൾ കാണുക, അവിടുത്തെ ഗ്രാമീണ ജീവിതങ്ങൾ കാണുക. 2, ഇത്തരമൊരു ട്രെയിനിൽ, ഒരു ചരിത്രമുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുക. അതും അലാസ്ക എന്ന് പറയുന്ന വിദൂരമായ നോർത്തേൺ പോളിനോട് ചേർന്ന പ്രദേശത്തൂടെയുള്ള യാത്ര ചെയ്യുക. ഡെനാലി കൊടുമുടി കാണുക. അത് അകലെ നിന്ന്, അതിനകത്തേക്ക് നമ്മൾ പോകുന്നില്ല, ആ കൊടുമുടിയുടെ സമീപത്തേക്ക് പോകുന്നില്ലെങ്കിലും അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുക. പിന്നെ ഈ ടൂറിനൊരു പ്രത്യേകതയുണ്ട്. എന്താ ഈ ടൂറിനറിയോ? ഈ വാനിൽ ഞങ്ങൾ കയറിയിരിക്കുന്ന 8 പേരും ബ്രൂവറി ടൂർ എന്ന് പറഞ്ഞൊരു ടൂറിൻ്റെ ഭാഗമായിട്ടാണ് കയറിയിരിക്കുന്നത്. അതായത് മടക്കയാത്രയിൽ ഞങ്ങൾ ഇപ്പോൾ ഈ കയറിയ വാനിൽ തന്നെ തിരിച്ചു വരിക. ഞങ്ങളുടെ ട്രെയിൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഈ വാനുമായിട്ട് നമ്മുടെ ഈ ഡ്രൈവർ ഈ തൽക്കീത്തനയിൽ എത്തിയിരിക്കും. തൽക്കീത്തന റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ കാത്തു കിടക്കും. ഞങ്ങളവിടെ ചെന്ന് ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഈ വാനിൽ കയറി തിരിച്ചുള്ള യാത്രയിൽ മുഴുവൻ 5 ബ്രൂവറികളിൽ കയറും. ഈ ബ്രൂവറികളുടെ ടൂറിൽ ഈ വയർമാർ കയറി വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ കൂടെ ഈ ഓരോ ബ്രൂവറിയിലും ബിയർ ഉണ്ടാക്കുന്നത് കാണുക മാത്രമല്ല, ഓരോ ബ്രൂവറിയിലും 15-20 ഇനം ബിയറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ബിയർ മുഴുവൻ കുടിച്ചു വറ്റിച്ചിട്ട് വേണം ഇന്ന് വൈകിട്ടത്തേക്ക് തിരിച്ചുകൂടി എത്താൻ. ഇതിന് റെഡിയായിട്ടാണ് ആടി കുലുങ്ങി ഇവന്മാർ വന്നിരിക്കുന്നത്. ഞാനിത് ഷൂട്ട് ചെയ്യാനുമാണ് പോകുന്നത്. അപ്പോൾ രസകരമായ ഒരു സംഘമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. അവിടെ അപ്പോൾ ഈ പല ടൂർ കമ്പനികളുടെ ആളുകൾ വരുന്നുണ്ട്. ഞങ്ങൾക്കുള്ളത് വിൽഡർനെസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ടൂർ കമ്പനി ബുക്കിയുടെ ഭാഗമായിട്ടുള്ള 2 കോച്ചാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഞങ്ങൾ മാത്രമല്ല, വേറെ 10-50 ആളുകളും ഈ 2 കോച്ചിലുമായിട്ട് കയറാനുണ്ട്. കൂടാതെ മറ്റു കോച്ചുകളിൽ മറ്റു ടൂർ കമ്പനികളുടെ ബോഗികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കോച്ചുകളുണ്ട്. അതിലേക്കൊക്കെ ആയിട്ട് 100-500 ആളുകൾ അവിടെയുണ്ട്. അവർക്കൊക്കെയുള്ള ബുക്കിംഗ് കൗണ്ടറുകൾ, താൽക്കാലിക ടെൻറ്റുകളിലൊക്കെ ഇതെല്ലാ ദിവസവും ഉള്ളതാണ്. അവിടെ അവരുടെ വൗച്ചർ നോക്കി ടിക്കറ്റ് കൊടുത്ത് കയറ്റി വിടുന്നു. ടൂർ ഗൈഡുകൾ അവരെ കൂട്ടി ഓരോരുത്തരെ ഓരോ കോച്ചിലേക്ക് കൊണ്ടുപോകുന്നു. നല്ലൊരു ബഹളമായ രാവിലെ. അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഈ ഡബിൾ ഡെക്കർ കോച്ചിനകത്തേക്ക് കയറ്റി വിട്ടു. ഡ്രൈവറുടെ പേര് ബ്രയാൻ എന്നാണ്. ബ്രയാൻ പറഞ്ഞു, നിങ്ങൾ ഇനി തൽക്കീത്തന എന്ന് പറയുന്ന സ്റ്റേഷൻ എത്തുമ്പോൾ കാണാൻ ബോർഡുണ്ട്, അവിടെ ഇറങ്ങിക്കോണം. അവിടെ ഇറങ്ങിയാൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് അവിടെ സ്റ്റേഷൻ കെട്ടിടമൊന്നുമില്ല, വലിയ പ്ലാറ്റ്ഫോമൊന്നുമില്ല. നിങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ഉണ്ടാവും, ബിഗ് സ്വിഗ് എന്ന് പറയുന്ന ഈ വാൻ അവിടെ ഉണ്ടാവും, അതിലേക്ക് വന്നോണ്ടാൽ മതി എന്ന് പറഞ്ഞു. അയാൾ പോയി. ഞങ്ങളങ്ങനെ ട്രെയിനിനകത്തേക്ക് ചെന്ന് കയറി. അപ്പം അപ്പർ ഡെക്കിലാണ് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഗ്ലാസ് ഡോം ആണ് മേൽക്കൂര, ഗ്ലാസ്സാണ്. സൈഡിലും ഗ്ലാസ്, മുകളിലും ഗ്ലാസ്, പുറകിലും മുന്നിലും ഒക്കെ ഗ്ലാസ്. ചുറ്റുമുള്ള പ്രകൃതി രസകരമായിട്ട് ആസ്വദിച്ച് പോകാം. ഇതിൻ്റെ താഴത്തെ നില എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്.
ആ റെസ്റ്റോറൻറ്റിനകത്ത് ബാറും ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട്, അടുക്കളയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ പോയിട്ട് എന്താണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം വേണ്ടതെന്ന് പറയാം. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി തരും. അപ്പോൾ എല്ലാവരും പോയി പറഞ്ഞിട്ട് പോരും, വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ പോയി. അവിടെ ചെല്ലുമ്പോൾ കിച്ചണിൽ ചെന്ന് നമുക്ക് ഓർഡർ കൊടുക്കാം, നമ്മുടെ സീറ്റ് നമ്പർ പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും ഞാൻ ഓട്ട്മീലും ലൈറ്റായിട്ടുള്ള കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞാൻ പറഞ്ഞു, കുറച്ച് ജ്യൂസ്, അതെല്ലാം. രാവിലെ ഹെവി ആയിട്ടുള്ള സാധനം കഴിക്കാൻ എനിക്കൊരു മടിയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് മുകളിൽ വന്നു. അപ്പോഴത്തേക്കും ട്രെയിൻ പയ്യെ ഓടിത്തുടങ്ങി, ട്രെയിൻ പയ്യെ അനങ്ങി തുടങ്ങി. പുറത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തു. ഈ ഗൈഡ് മുമ്പിലൊരു, ഞാൻ പറഞ്ഞല്ലോ മുകളിലത്തെ നിലൊരു ഗൈഡുണ്ടെന്ന്. ഗൈഡ് പറയുന്ന കൂടുതലും കഥ എന്താണെന്നറിയോ, ഈ ബാറിൽ ഏതൊക്കെ തരം മദ്യം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ നിർബന്ധമായും ടേസ്റ്റ് ചെയ്യേണ്ട മദ്യങ്ങൾ ഏതൊക്കെയാണ്, കഴിക്കേണ്ട ഭക്ഷണം ഏതാണ്. അവിടുത്തെ ബാർമാൻ ചില കോക്ടെയിലുകൾ ഉണ്ടാക്കും, ലോകത്തോരിടത്തും കിട്ടാത്ത കോക്ടെയിലാണ്. ഇങ്ങനെ അവിടുത്തെ മദ്യത്തിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൈഡ് പുറത്തെ കാഴ്ചകൾ, കടന്നു പോകുന്ന സ്ഥലങ്ങളുടെ കഥകൾ, ചരിത്രങ്ങളൊക്കെ ഇതൊക്കെ പറയുന്നതാണ്. ഒന്നും പറയുന്നില്ല. പക്ഷേ ഇടയ്ക്ക് ചില നദികളൊക്കെ കടന്നു പോകുമ്പോൾ ഇവർ പറയും, ഈ കടന്നു പോകുന്ന ചരിത്രപ്രസിദ്ധമായ ഇന്ന നദിയാണ്, ഈ നദിയുടെ തീരങ്ങളിൽ ഗോത്രവർഗ്ഗക്കാരുടെ വലിയ സെറ്റിൽമെൻറ്റുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഭാഗം പണ്ട് സ്വർണ്ണഖനികളുടെ ഒരു പ്രദേശമായിരുന്നു, ആ ഖനികളിലേക്ക് സ്വർണം തേടി നിരവധി ആളുകൾ കയറി വന്നിരുന്നു 1800കളുടെ അവസാനവും 1900-ലും. അങ്ങനെ ചില കഥകളൊക്കെ ഇടയ്ക്ക് പറയുമെങ്കിലും കൂടുതലും ഭക്ഷണവിശേഷങ്ങളാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം എൻ്റെ റെഡിയായി എന്നുള്ള വിവരം വന്നു. ഞാൻ താഴെ പോയി ഭക്ഷണം കഴിച്ചു. ഈ അലാസ്കയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും വനമാണ്. നമ്മളിപ്പോൾ ഈ പോകുമ്പോൾ ഐസിൻ്റെ വളരെ കുറച്ച് സ്ഥലങ്ങളെ കാണുന്നുള്ളൂ. ഇവിടെ ഒക്കെ മഞ്ഞുകാലം അടുത്തൊരു 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക്, ഓഗസ്റ്റ് കഴിയുന്നതോടെ ഇവിടെ മുഴുവൻ മഞ്ഞിൻ്റെ ഒരു ലോകമായി മാറും, വെള്ള നിറം മാത്രമായി മാറും. പക്ഷേ ഈ ഒരു 2-3 മാസം വെയിൽ തെളിഞ്ഞ് ഈ മഞ്ഞെല്ലാം ഉരുകി ചതുപ്പായി രൂപപ്പെട്ടിരിക്കുകയാണ്. പുൽമേടുകളെല്ലാം വെള്ളക്കെട്ട് പോലെയായി മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐസ് ഉരുകി വെള്ളമായി മാറിയിരിക്കുക. നിരവധി ചതുപ്പിൻ്റെ പ്രദേശങ്ങളിലൂടെ നമ്മൾ ഓടുന്നത്. ഇടയ്ക്ക് ചില നദികളെ ക്രോസ് ചെയ്യും. ഒറ്റ ട്രാക്കേ ഉള്ളൂ. മുമ്പിലെ കോച്ചൊക്കെ നമ്മിങ്ങനെ വളവ് തിരിയുമ്പോൾ നമുക്ക് കാണാം. കൂടാതെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറകോട്ടിറങ്ങി നോക്കുമ്പോൾ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി. നമ്മുടെ ഈ കോച്ചിൻ്റെ പിൻഭാഗത്ത് വേറെ കോച്ചുകളില്ല. അവിടെ ഒരു ബാൽക്കണി ഉണ്ട് പുറകിലേക്ക് തള്ളി, അത് ഓപ്പണാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഗ്ലാസ് ഇല്ല, മറയില്ല, ഒന്നുമില്ല. തീവണ്ടിയുടെ ഏറ്റവും പിന്നിൽ ഒരു ബാൽക്കണി പുറത്തേക്ക് തള്ളി നിൽക്കുക, നമുക്ക് അവിടെ പോയി നിൽക്കാം. അപ്പോൾ പുറത്തേക്ക് നല്ല ഗംഭീരമായ ദൃശ്യങ്ങൾ കിട്ടും. ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് ദൃശ്യങ്ങൾ പകർത്താം. കുറേ നേരം ഞാൻ അവിടെ പോയി നിന്നാണ് ഈ പറഞ്ഞ അലാസ്കയുടെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തത്. അലാസ്ക എന്ന വിജന ഭൂപ്രദേശത്തിലൂടെ ഒരു കാലത്ത് ഗോത്ര മനുഷ്യർ വിഹരിച്ചിരുന്ന പ്രദേശങ്ങളിലൂടെ ഇന്നും വന്യജീവികളുടെ വലിയൊരു ആവാസ കേന്ദ്രമായ പ്രദേശത്തൂടെ ട്രെയിനിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മൾ ഓടുമ്പോൾ അങ്ങ് അകലെ ദനാലി കൊടുമുടി കാണാം. ദനാലി കൊടുമുടി ഇങ്ങനെ മഞ്ഞിൻ്റെ ഒരു വലിയൊരു കൂമ്പാരം പോലെ ഇങ്ങനെ നിൽക്കുന്ന വമ്പനൊരു കൊടുമുടിയാണ്. അങ്ങനെ നമ്മൾ ഓടി തൽക്കീത്തന എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ ഓടിയിട്ടുണ്ടാവും. തൽക്കീത്തനയിലെത്തുന്നു. അവിടെ നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോൾ നമ്മുടെ കൂടെയുള്ള 7 പേര് ഇറങ്ങി. അതുവരെ ഇവന്മാരെ എവിടെ പോയെന്ന് കണ്ടില്ല കേട്ടോ. ഇവർ ആ ബാറിൻ്റെ അടുത്തോ മറ്റോ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആ സമയമാകും ഇവരുടെ ഭാവവ്യത്യാസമൊന്നുമില്ല. പൊട്ടിച്ചിരിക്കുന്നുണ്ട്, തമാശകൾ പറയുന്നുണ്ട്, പരസ്പരം കളിയാക്കുന്നുണ്ട്. അതായത് നമ്മുടെ കുറച്ച് കോളേജ് പിള്ളേർ ഒരു വെള്ളം അടിച്ചൊരു ടൂർ പോയി എങ്ങനെ ഉണ്ടാവും, മഞ്ഞുമേൽ ബോയ്സ്, അത് തന്നെ സംഭവം. സായിപ്പന്മാരുടെ മഞ്ഞുമേൽ ബോയ്സ് ഒരു 7 പേരാണ് ഇവന്മാരെ. ഇതുപോലെ കുത്തഴിഞ്ഞ് യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകളായ സായിപ്പന്മാരെ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടില്ല. വെള്ളമടിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയ കക്ഷികൾ, നമുക്ക് പറ്റിയ ആൾക്കാരാണ്. അങ്ങനെ പുറത്തേക്ക് ചെല്ലുമ്പം ബ്രയാൻ അവിടെ ചിരിയോടെ കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്ന് വാനിലേക്ക് കയറി. തൽക്കീത്തനയുടെ ഡൗൺ ടൗണിലൂടെ വണ്ടി ഓടുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഒന്ന് നിർത്തും വണ്ടി, എന്നിട്ട് ഇറങ്ങി എനിക്ക് തൽക്കീത്തന ഡൗൺ ടൗണൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം, അവിടുത്തെ ജീവിതമൊക്കെ പകർത്തിയെടുക്കണം. ഇതാണല്ലോ എൻ്റെ ലക്ഷ്യം. പരമാവധി കാഴ്ചകൾ പകർത്തിയെടുത്ത് കഥകൾ പറയലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒരു വണ്ടി അവിടെ നിർത്തുന്നില്ല. ഈ ഡൗൺ ടൗൺ എന്ന് പറയുന്നുണ്ടല്ലോ, അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ US ഗവൺമെൻറ് നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പട്ടണം കൂടിയാണ്. അത്രയും ചരിത്രമുള്ള ഒരു നഗരമാണത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമൊന്നുമല്ല, 120 വർഷത്തിൻ്റെ ചരിത്രമേ ഉള്ളെങ്കിൽ കൂടി അവിടെ ഈ അലാസ്കയിലേക്ക് മനുഷ്യർ കുടിയേറി വന്നതിൻ്റെ കഥ, അവരെ ആദ്യം വന്നിട്ട് അവിടെ ആദ്യമായിട്ട് ചില സ്ഥാപനങ്ങൾ ആരംഭിച്ചത്, അവിടുത്തെ ചില പൊതുസ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ആശുപത്രി, അവിടെ ആദ്യം പണിത ചെറിയൊരു സ്കൂള്, പിന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ, അവിടുത്തെ ഹോട്ടലുകൾ, അവിടെ വന്ന ആളുകൾ താമസിച്ചിരുന്ന ലോഡ്ജുകൾ, ഹണ്ടിങ്ങിന് വരുന്നവരുടെ ഒരു ബേസായിരുന്നു ഇവിടെ ഒരു കാലത്ത്. ഹണ്ടിങ്, ക്യാമ്പിങ്, അതുപോലെ ഫിഷിങ്. അതായത് വേനൽക്കാലമായി കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ വരും. ധാരാളം മത്സ്യം ലഭിക്കുന്നൊരു പ്രദേശമാണ് ഈ അലാസ്കയുടെ ഈ പ്രദേശമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ധാരാളം നദികളും ചതുപ്പുകളും ഉള്ള പ്രദേശത്ത് മീൻ പിടിക്കാൻ വേണ്ടി തന്നെ അമേരിക്കയുടെ മെയിൻലാൻഡിൽ നിന്ന് ധാരാളം ആളുകൾ വരും. ഒരു കാലത്ത് 100-120 വർഷം മുമ്പ് ആളുകൾ വരുന്നവർക്ക് വേണ്ടി താമസിക്കാനുള്ള ലോഡ്ജുകൾ, അവർക്ക് ക്യാമ്പ് ചെയ്യാനുള്ള ക്യാമ്പിംഗ് സൈറ്റുകൾ, ഇതെല്ലാം ഇവിടെയുണ്ട്. അതായത് നമ്മളുടെ വന്യമായൊരു സ്വപ്നത്തിലെ യാത്രയ്ക്ക് പറ്റിയൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ അലാസ്ക. ഇന്നും അത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ആ മട്ടിലുള്ള കെട്ടിടങ്ങൾ, നമുക്കൊരു 1 നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ മുമ്പ് ഒരു സ്ഥലത്തേക്ക് വേട്ടയ്ക്ക് ചെന്നിറങ്ങിയ പോലത്തെ ഒരു ഫീല് തരുന്ന പ്രദേശങ്ങൾ, അത്തരത്തിൽ ബോർഡ് വെച്ച
റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, ലോഡ്ജുകൾ, ക്യാമ്പിംഗ് സൈറ്റുകൾ, ഇതൊക്കെയാണ്. അതിലൂടെ വണ്ടി ഓടുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഈ കുടിയന്മാരും ഡ്രൈവറും ഒറ്റക്കെട്ടാണ്. അപ്പോൾ ബ്രയാൻ പറയുന്നത് നമ്മൾ ആദ്യം പോകുന്ന ബ്രൂവറിയിലേക്കാണ്, നമ്മളുടെ ആദ്യത്തെ ബ്രൂവറിയിലേക്ക് നമ്മൾ പോവുകയാണെന്ന് ബ്രയാൻ അങ്ങ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി 7 പേരും കൈയടിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു, ആഹ്ലാദം. അതിനിടയ്ക്ക് എൻ്റെ ദുർബലമായ ശബ്ദത്തിൽ എനിക്ക് ടൗണിൽ ഇറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവന്മാർ എന്നെ കൊല്ലുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. ആദ്യത്തെ ബ്രൂവറിയുടെ മുമ്പിലേക്ക് വണ്ടി പോയി നിൽക്കുകയാണ്. ഡെനാലി ബ്രൂവിങ് കമ്പനി. കയറി ചെല്ലുമ്പോൾ വമ്പനൊരു ഫാക്ടറി പോലെയാണ്. പക്ഷേ ഈ ഫാക്ടറിയിൽ 10-15 ഇനം ബിയർ ഉണ്ടാക്കുന്നുണ്ട്. നല്ല പ്രത്യേകത. ടൂറിസ്റ്റുകൾക്ക് കയറി ചെല്ലാം. അവർക്ക് ഞങ്ങൾ ഈ ടൂറിന് മൊത്തം മുടക്കിയിരിക്കുന്നത് $250 ഓർക്കണേ. $250 ചെറിയ തുകയൊന്നുമല്ല. ഈ ട്രെയിൻ യാത്ര, ലഞ്ച്, ഈ 5 ബ്രൂവറികളിലെ കൂടെയുള്ള കയറ്റിയിറക്കം, യഥേഷ്ടം ബിയർ മാത്രമല്ല, ആ ബ്രൂവറികളിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ചില ബ്രൂവറികളിൽ വോഡ്ക ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കഴിക്കാവോ അത്രയും കഴിക്കാം. വൈകിട്ട് തിരിച്ച് ആങ്കറേജ് കൊണ്ട് ഇറക്കി വിടും. ഇതാണ് ഈ ടൂറിൻ്റെ പ്രത്യേകത. അപ്പം എനിക്കിത് ഭയങ്കര നഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവന്മാരെല്ലാം ഈ 7 പേരും ആണും പെണ്ണും ഒക്കെ ഓരോ ബ്രൂവറിയിലും കയറിയാൽ മിനിമം 10-12 ഗ്ലാസ് ബിയർ കുടിച്ചിട്ടുണ്ടാവും. ഞാൻ ആകെപ്പാടെ 2 ഗ്ലാസ് ബിയറേ എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് വലിയ പ്രശ്നമായി. പിന്നെ ആ കഥയിലേക്ക് ഞാൻ വരാം. അങ്ങനെ ഈ ബ്രൂവറിയിലേക്ക് കയറി ചെല്ലുന്നു. ഒരു ഗൈഡ് വരുന്നു, ആ ബ്രൂവറിയെക്കുറിച്ച് വിവരിക്കുന്നു. ഈ ബ്രൂവറിൽ എങ്ങനെയാണ് ബിയർ ഉണ്ടാക്കുന്നത് എന്നുള്ള പ്രോസസ്സ് ആദ്യം കാണിച്ചു തരുന്നു. ആദ്യം ബാർലി വരുന്നു, അത് കഴിഞ്ഞ് 2ാം ഘട്ടത്തിൽ അതിനെ വറുത്ത് പൊടിക്കുന്നു. പിന്നെ 3ാം ഘട്ടത്തിൽ അതിനെ മാഷിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് പോകുന്നു. അതായത് ചെറു ചൂടിൽ ഒന്ന് വാട്ടിയെടുക്കുന്ന പരിപാടിയാണ് മാഷിങ്. അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷനാണ്. അത് ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഈ ഫെർമെൻറ്റേഷൻ നടത്തുന്നത്. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഏജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഏജിങ് കഴിഞ്ഞാൽ പിന്നെ ബോട്ടിലിങ്ങിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഈ ഏജിങ്ങിൽ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുതൽ 3 ആഴ്ച 1 മാസം വരെ ഇത് സൂക്ഷിച്ച് വെച്ചിട്ടേ ഇത് ബോട്ടിൽ ചെയ്യുള്ളൂ. അതാണ് ഏജിങ് പ്രോസസ്സ്. ഏജിങ്ങിന് ശേഷം ഇത് ബോട്ടിൽ ചെയ്യുന്നു. അത് വലിയ ബാരലുകളിലാക്കി വലിയ ബിയർ പാർലറുകളിലേക്കും ഹോട്ടലുകളിലേക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബോട്ടിലുകളിലും ടിന്നുകളിലും ആക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം നമുക്ക് കാണാൻ നടന്ന്. ഇതിൽ രസം എന്താ അറിയോ? നമ്മൾ ചെന്നിറങ്ങുമ്പോഴേ ആ റിസപ്ഷൻ ഏരിയയിൽ കുറേ ടാപ്പുകൾ നിരത്തി വെച്ചിരിക്കുക. ആ ടാപ്പുകളുടെ മുകളിൽ കുറേ ബോർഡുകളുണ്ട്. ഇവരുണ്ടാക്കുന്ന ബ്രാൻഡുകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആ ബ്രാൻഡ് ബോർഡിൻ്റെ തൊട്ട് താഴെ ഒരു ടാപ്പ് ഉണ്ടാവും. അവിടെ കുറേ ഗ്ലാസ്സുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്ലാസ് എടുക്കാം. ഈ പറഞ്ഞ 15 ബ്രാൻഡിൽ ഇഷ്ടമുള്ളിടത്തോളം എടുത്ത് കുടിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാൻ അതിനകത്ത് ഒരെണ്ണം എടുത്തു, ഒരു ശകലം ഒഴിച്ചു, കുടിച്ചു. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. അടുത്തതും 3ാമത്തെ 4ാമത്തെ ഒക്കെ കുടിച്ചു. ഇവന്മാർ ഓരോ മഗ് എടുക്കുന്നു, കുടിക്കുന്നു, അഭിപ്രായം പറയുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, ഗൈഡിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ഗൈഡിന് ആവേശമാകുന്നു. 2ാമത്തെ ടാപ്പ് തുറക്കുന്നു, കുടിക്കുന്നു. ഇങ്ങനെ ഈ പറഞ്ഞ 10-15 ടാപ്പുകളിൽ മിക്കവാറും എണ്ണം കുടിച്ചു കഴിയുന്നു. അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. ഗൈഡ് അതിൻ്റെ ഗുണവിശേഷങ്ങൾ പറയുന്നു. ഓരോന്നിനും വിചിത്രമായ ഓരോ പേരുകളുമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുവന്നത്, ഈ പ്രോസസ്സ് കാണിക്കാൻ കൊണ്ടുവന്നത്. ഈ ഓരോ പ്രോസസ്സിലേക്കും പോകുമ്പോഴും അവിടെയെല്ലാം ഈ ടാപ്പുകൾ വെച്ചിട്ടുണ്ട്. ഈ മഗ് കൈ പിടിച്ചുകൊണ്ട് എല്ലാവരും ഈ ടൂറിന് പോകുന്നത്. ഈ ഓരോ ടാപ്പിലും ചെല്ലുന്നു, മഗ്ഗിനകത്തോട്ട് ബിയർ ഒഴിക്കുന്നു, കുടിക്കുന്നു. ഇതിനിടയ്ക്ക് ഇവന്മാർ ഓടും മൂത്രം ഒഴിക്കാൻ. ഈ കൊടവയറന്മാരായ കുടിയന്മാരുടെ കൂടെ ഞാനിങ്ങനെ നടക്കുക. അപ്പോൾ ഞാൻ ഒരു മഗ് ബിയറേ ആദ്യം കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർ എന്നോട് ചോദിച്ചു, എന്താ ഇന്ത്യൻ ഫ്രണ്ട് നമ്മൾ ബിയറൊന്നും കുടിക്കാത്തത്? കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും ഗൈഡ് വന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്താ വേണ്ട പറയൂ, എന്താണ് നിങ്ങളുടെ കുഴപ്പം? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ ഇത് കാണുക എന്നുള്ളതാണ് എൻ്റെ കൂടുതൽ. അത് പറ്റില്ല, കുടിക്കണം. അങ്ങനെ നിർബന്ധിച്ച് അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 2ാമത്തെ മകം കൂടെ കുടിച്ചു. അവസാനം പരവശനായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടുന്ന് ഇറങ്ങി. ഇനി ഇത്തരത്തിലുള്ള 5 എണ്ണം കൂടെ നമ്മൾ കവർ ചെയ്യണം ഇന്ന് വൈകുന്നേരം ആകുന്നതിന് മുമ്പ്. വണ്ടിയിൽ കയറി ഉടനെ തന്നെ ബ്രയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പാക്കറ്റ് എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു, ബിയർ ആവശ്യത്തിന് ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ ബിയർ കുടിച്ചു കഴിഞ്ഞല്ലോ, യെസ്, ഇനി നിങ്ങളുടെ ലഞ്ചാണ് ഈ പെട്ടിക്കകത്ത്, തുറന്നോളൂ. നമുക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ബ്രൂവറി എത്തുന്നിടം വരെ നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമാണ്. സമയം കളയാൻ പറ്റില്ല. നമുക്ക് 4 ബ്രൂവറിയും കൂടി ഇതുപോലെ തീർക്കണം. ഇതിനേക്കാൾ ഗംഭീരം ഇനി വരാൻ പോകുന്ന 4 എണ്ണം. പെട്ടി തുറന്നു. അതിനകത്ത് റെയിൻഡിയറിൻ്റെ സാൻഡ്വിച്ചാണ്. അതായത് മാനിറച്ചി കൊണ്ടുള്ള സാൻഡ്വിച്ച്. അതായത് ഈ അലാസ്കയിലേക്ക് ചെന്നാൽ അവിടെ ഇത്തരം ബ്രൂവറികൾ അല്ലെങ്കിൽ വേട്ടയാടി കിട്ടിയ മൃഗത്തിൻ്റെ മാംസം കൊണ്ടുള്ള സാൻഡ്വിച്ച്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. നമ്മുടെ വന്യമായ ചിന്തകളിൽ നമ്മൾ ഔട്ടിങ്, ഹണ്ടിങ്, ക്യാമ്പിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വപ്നത്തിലുള്ള കുറേ കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ടല്ലോ, ഇതെല്ലാമാണ് ഈ അലാസ്കയിൽ ജീവിച്ചു തീർക്കുന്ന മനുഷ്യൻ. ഈ അത്ഭുതങ്ങളുടെ ലോകത്തുകൂടിയാണ് അടുത്ത ഒരാഴ്ച ഞാൻ സഞ്ചരിക്കാൻ പോകുന്നത്. ഞെട്ടിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, ആവേശം കൊള്ളിക്കുന്ന, ഇപ്പോഴും കൊതിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്.
ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ.